ഗേസ്, ഇന്ന് നമ്മൾ വീണ്ടും കളിക്കാൻ പോവാണ് ഹൈഡ് ആൻഡ് സീക്ക്. ഗേസ്, നമ്മൾ ഇതിൻ്റെ ലെവൽ 3 ആണ് കളിക്കുന്നത്. ഇത് നമ്മുടെ സോമൻ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പിഞ്ചാനാണ് എണ്ണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൽബ്രമാൻസനാണ് നമ്മൾ എടുത്തേക്കുന്ന വാടകയ്ക്ക്. ഇത് മൽബ്രമാനാണെന്ന് അറിയില്ല ശരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. പിഞ്ചാനൊക്കെ ആണ് നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ സോമനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഡിഫിക്കൽട്ടി ലെവൽ ആഡ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒളിക്കണം. അതിന് നമ്മുടെ പിഞ്ചാൻ എണ്ണട്ടെ. ഓക്കെ, നമ്മളിന്ന് ഒളിക്കുന്ന കാണിക്കത്തില്ല കേട്ടോ. എനിക്കൊരു കമൻറ്റ് കിട്ടി ആരെയും കാണിക്കല്ലെന്ന്. അതുകൊണ്ട് നമ്മൾ ഒളിക്കുന്ന സ്ഥലമൊന്നും ആരെയും കാണിക്കത്തൊന്നുമില്ല. ഓക്കെ, ഷിൻചാനെ പോയി എണ്ണടാ. സോറി, പിഞ്ചാനെ പോയി എണ്ണടാ. ഞാൻ എണ്ണാന്നൊക്കെയാണ് പറയുന്നത്. എണ്ണാൻ മതിയേ. ഞാനിപ്പൊ തന്നെ പോയിട്ട് 200 വരെ എണ്ണാം. നിങ്ങൾ എല്ലാരും പോയിട്ട് വിളിച്ചിരിക്കേ. 1 2 199 200. ഓക്കെ, ഇവിടെ ഞാൻ 200 വരെ എണ്ണേക്കാണ്. എല്ലാരും ഒളിച്ചിരുന്നെന്ന് വിചാരിക്കണം. നമുക്കപ്പോ എല്ലാരും പോയിട്ട് തപ്പാം. ഇപ്രാവശ്യം ആരാണോ ഞാൻ ഫസ്റ്റ് കണ്ടുപിടിക്കണേ അവരായിരിക്കും അടുത്ത കളിയില് 200 വരെ എണ്ണ. പക്ഷെ എന്റെ പൊന്നെ, ഇത്ര നല്ല മാച്ചില് ഞാൻ എവിടെ പോയിട്ട് തപ്പ? എന്നാലും ആരെങ്കിലൊക്കെ എന്റെ കയ്യിൽ കിട്ടുമല്ലോ. നമുക്ക് അന്നേരം നോക്കാം. നമുക്ക് തൽക്കാലം അകത്തേക്ക് കയറാം. അകത്തേക്ക് ഇപ്പൊ കയറണ്ട. നമുക്ക് ഈ വഴിക്കൂടെ പോയി നോക്കാം. ഇവിടെ എവിടെങ്കിലും ആരെങ്കിലൊക്കെ വിളിച്ചിരിക്കണ്ടാവും. ആരില്ല അവിടെ. എനിക്ക് അവിടെ ആരെങ്കിലും കാണാല്ലേ. ഈ കളി പിന്നെ ഹാർഡാണ്. ഡിഫിക്കൽട്ടി ലെവൽ ഹാർഡാ. അതുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാ. എല്ലാരും എവിടെ പോയിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കണേ. പോരാത്തിന് ഇത് വലിയൊരു മാൻഷനാ. അയ്യോ, ഞങ്ങളുടെ വഴിക്ക് വീണല്ലോ. കുഴപ്പമില്ലേ. നമുക്കപ്പോ അകത്ത് കയറി നോക്കി നോക്കാം. ഇവിടെ ഒരു റൂമൊക്കെ ഉണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? അതിന്റെ അകത്ത് അതില്ല. ലെസ്റ്ററണ്ണ ഇവിടെ ഉണ്ടായിരുന്ന. അങ്ങനെയാണ് ഫസ്റ്റ് കണ്ടുപിടിച്ചേ. നമുക്കിനി ബാക്കി ആരും കൂടി കണ്ടുപിടിക്കാൻ. ബാക്കിയുള്ളവരും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു റൂമുണ്ട്. ഈ ബാത്റൂമില് അറിയണ്ട. ഇവിടെ തുറക്കാൻ പറ്റത്ത. ഇവിടെ സോമൻ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്ന. ഇവിടെ ഇങ്ങനെ സോമൻ ചേട്ടനും കണ്ടുപിടിച്ചേക്കാണ്. ഇവിടെയും ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിന്റെ അകത്തും മിക്കവാറും ആരെങ്കിലൊക്കെ ഉണ്ടാവും. ചിലപ്പോ ബാത്റൂമിലാവും. ബാത്റൂമിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരില്ലട്ടാ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ജിമ്മനം ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന. ഇതെന്തത്? എല്ലാരും ബാത്റൂമിലാണല്ലോ വിളിച്ചിരിക്കണേ. നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം. ഈ വീട്ടിലുള്ള എല്ലാ ബാത്റൂമും തപ്പി നോക്കാം. ഇതെന്നിട്ട് ഇത് ജിമ്മിന്റെ റൂമാ. ഇവിടത്തെ ആരില്ലേ. ഇതേതാ റൂമ്? ഇത് കൊള്ളാലോ. ഇതൊരു ഓഫീസ് റൂമാ. ഇവിടെ പക്ഷെ ആരും വിളിച്ചിരിക്കണില്ലേ. ആർക്കെങ്കിലൊക്കെ ഇവിടെ വിളിച്ചിരുന്നൂടെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ ഒരു റൂമുണ്ട്. ഇതും ഒരു ബാത്റൂമാ. ഈ ബാത്റൂമിൽ പക്ഷെ 2 വാതിലുണ്ട്. പക്ഷെ എന്റെ പൊന്ന്, ഇതെന്തത്? മ്യൂസിക് റൂമാ. കൊള്ളാട്ടെ. ഇവിടെ ഒരു റൂമുണ്ട്. ഇതിന്റെ അകത്തും ആരില്ല. ഫ്രാങ്ക്ലിനമ്മൻ ഇതിന്റെ അകത്തുണ്ടായിരുന്ന. എന്താ മോഡാണോ? ഇവിടെ അങ്ങനെ അങ്ങനെ കൂടി കണ്ടുപിടിച്ചേക്കാണ്. നമ്മളിപ്പോ 4 പേരെ കണ്ടുപിടിച്ചു. 4 പേരെ മാത്രം കണ്ടുപിടിച്ചല്ലോ. ഇനിയും ഒരു 8 ആൾക്കാരും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ ഫസ്റ്റ് ഫ്ലോർ മൊത്തം നോക്കിട്ടാ.
ഫസ്റ്റ് ഫ്ലോറിൽ 4 ആൾക്കാരെ ഉണ്ടായിരുന്നേ. നമുക്കിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കി നോക്കാം. ഒരു മിനിറ്റ്. എടാ ഡോറമോനെ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ശേ, ഇങ്ങോട്ടേക്ക് ആദ്യം വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇരുന്നെങ്കിൽ ഡോറമോനെ ഫസ്റ്റ് കണ്ടുപിടിച്ചാനെ. എന്തെങ്കിലാട്ടെ, ഇവിടെ അടിയിലേക്ക് ഒരു വഴി പോണ്ട്. ഇവിടെ ആരുന്നുണ്ടാ? ഇവിടെ ആരും വിളിച്ചിരിക്കില്ല. ഇതൊരു ഓപ്പൺ ഏരിയ. എനിക്ക് ഇവിടെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ആദ്യം കരുതിയത് ഇവിടെ ആരും വിളിച്ചിരിക്കണല്ലോ. ഇവിടെ മറ്റേ കഷണ്ടിത്തലുണ്ട്, നമ്മുടെ സിമിയോൺ. നമ്മളങ്ങനെ സിമിയോണും കൂടി കണ്ടുപിടിച്ചേക്കാണ്. നമ്മളിപ്പോ ടോട്ടല് 6 ആൾക്കാരെ കണ്ടുപിടിച്ചു. ഇനിയും കുറച്ച് പേര് ബാക്കിയുണ്ട്. എല്ലാരും കണ്ടുപിടിക്കണം. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഈ മേശയുടെ അടിയില് ആരില്ല. ഒരു മിനിറ്റ്, ഇതൊന്ന് സംഭവം. ട്രേസി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ചേച്ചിനെ ഇവിടെ അങ്ങനെ കണ്ടുപിടിച്ചേക്കാണ്. ഇവിടെ അറിയുന്നുണ്ടോ? ഇവിടെ എനിക്ക് ആരെങ്കിലും കാണാല്ലേ? നമുക്കിപ്പോ അടിയില് ഒന്നുകൂടി നോക്കിയേക്കേണ്ടി വരും. ഒരു മിനിറ്റ്. എടാ ഷിൻചാനെ സുഖമായിട്ട് കണ്ടുപിടിച്ചോട്ടെ. എന്താവോ ആ ഗാരേജിന്റെ ഡോറ് ചതിച്ചു. ഞാൻ അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോളേ അത് ഓപ്പണായി. അങ്ങനെ ഷിൻചാനെ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി നമുക്ക് ഈ ഭാഗത്ത് നോക്കി നോക്കാം. ഞാൻ ഇവിടെ ഒന്നും സെർച്ച് ചെയ്തിട്ടില്ലേ. ഞാൻ നേരെ മേലേക്ക് കയറി പോയി ചെയ്ത്. ഈ സ്ഥലം കൊള്ളാട്ടെ. ഇവിടെ ഒരു സ്ലൈഡൊക്കെ ഉണ്ട്. ഈ വീട്ടിലെ പക്ഷെ ഇഷ്ടം പോലെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. എന്തിനാ ഇത്ര അധികം സ്വിമ്മിംഗ് പൂള്? അപ്പുറത്ത് വലിയൊരു കടലുണ്ട്, അവിടെ കൂടെ കുളിച്ചാലും മതി. എന്താ ചെയ്യാ, കാശുള്ള ആൾക്കാർ പലതും ചെയ്യും. ആരെന്തെങ്കിലും ചെയ്യട്ടെ. ഇവിടത്തെ ആരും ഒളിച്ചിരിക്കണില്ല കേട്ടാ. ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്. ഇതെന്തത്? മെക്ഡൊണാൾഡ്സാ? വീടിനകത്ത് മെക്ഡൊണാൾഡ്സും സ്റ്റാർബക്സും ഒക്കെ ഉണ്ടല്ലോ. സ്റ്റാർബക്സ് ഇല്ലേ, മെക്ഡൊണാൾഡ്സ് മാത്രമേ ഉള്ളൂ. അത് കൊള്ളാട്ടെ. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഒരു മിനിറ്റ്, ആ കണ്ണാടിയിലെ ആരുണ്ടല്ലോ. ആന്റിനെ ഞാൻ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ 3 ആൾക്കാരും കൂടി മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. അതിലൊരെണ്ണം മൈക്കിളണ്ണൻ, പ്രകടനൻ, പിന്നെ നമ്മുടെ ദുന്യാണനും. ഇവിടെ അവിടെ പോയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ കൂടി തപ്പി നോക്കി. ഇവിടെ എനിക്കിപ്പോ ആരും കാണാല്ലേ. ഓക്കെ ഗൈസ്, ഞാൻ വീടും പരിസരം ഒന്നുകൂടെ തപ്പി നോക്കിട്ടെ. ആ 3 ആൾക്കാരെ എനിക്ക് കാണാല്ലേ. അവിടെ എവിടെ പോയിട്ട് വിളിച്ചിരിക്കണേ. എനിക്കിപ്പോഴും ഒരു പിടി കിട്ടണില്ലേ. ഞാൻ മനുഷ്യന്റെ അകത്ത് മൊത്തം തപ്പി നോക്കി, അവരെ കാണാല്ലേ. ഇനിയിപ്പോ ഈ പുല്ലിന്റെ ഇടയില് വിളിച്ചിരിക്കണോ? ഇതിന്റെ അകത്ത് എനിക്ക് ആരെങ്കിലും കാണാല്ലേ. എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്, ഇവിടെ ആരുണ്ടല്ലോ. ഹലോ, ഇതാരാണ്? അത് നമ്മുടെ മൈക്കിളാണ് കേട്ടോ. മൈക്കിള് ഇതിനകത്ത് വിളിച്ചിരിക്കണായിരുന്നു. അത് കൊള്ളാം. എന്നാ പിന്നെ ഈ ഭാഗത്ത് തന്നെ ആരെങ്കിലും ഉണ്ടാവും. കാരണം ഞാൻ ഈ വീടൊക്കെ മൊത്തം നോക്കി നോക്കി, വീടിനകത്ത് ആരില്ല. എന്നാ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാവും, അതുറപ്പാ. ഇതിന്റെ ഉള്ളിലും ആരില്ല. ഇവിടില്ല, എവിടെയും ആരില്ല. എന്നാലും ഈ ട്രാവലും ബില്ലും അങ്ങോട്ടേക്ക് പോയേ. അവിടെ ഞാൻ നാട് വിട്ട് പോയേ. അവിടെ ഞാൻ നാട് വിട്ട് പോകുന്നില്ലേ. ഇവിടെ എവിടെ ഉണ്ടാവും. ഒരു മിനിറ്റ്, ഇതിന്റെ അകത്ത് നമ്മുടെ ട്രവർ ഉണ്ട് കേട്ടോ. ട്രവർ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ട്രവറിനെ കൂടി കണ്ടുപിടിച്ചേക്കാ. ഇനിയിപ്പോ ബെന്നും കൂടി മാത്രം ബാക്കിയുള്ളൂ. ബെന്നാണാ? അതെ, പുറത്തേക്ക് പോയോ? അങ്ങനെയാണ് ഈ മാച്ചിൽ ജയിച്ചേ. വേണ്ട. ഓക്കെ ഗൈസ്, നമ്മുടെ ഇതിലെ വിന്നർ നമ്മുടെ ബെന്നിയാണ് കേട്ടോ. ഓക്കെ, ലെവൽ 3യുടെ വിന്നർ
ബെന്നി. അപ്പോൾ ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.